എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോക്കോ പീറ്റിനെ പറ്റി പറയാനാണ്. കോക്കോ പീറ്റ് എന്താണ്, എങ്ങനെയാണ് കോക്കോ പീറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കറിയാം ഒട്ടുമിക്കവർക്കും കോക്കോ പീറ്റ് അറിവുള്ളതായിരിക്കും, എന്നാൽ ഒരുപാട് പേർക്ക് അത് അറിയാത്തതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നോട് തന്നെ ചോദിക്കേണ്ടായി എന്താണ് ഈ കോക്കോ പീറ്റ് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് കോക്കോ പീറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ തേങ്ങ എന്ന് പറയുന്നത് അല്ലേ. ആ തേങ്ങയുടെ ചകിരിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് ഈ കോക്കോ പീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തേങ്ങ പൊളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിങ്ങനെ പൊടി പൊടിയായിട്ട് താഴെ വീഴുന്നത്. അതാണ് ഈ കോക്കോ പീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അതിന് ചകിരിച്ചോറ് എന്ന് പറയും. ഈ ചകിരിച്ചോറ് എന്നും നമ്മൾ കുറേശ്ശെയായിട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ നടുമ്പോൾ അതിന് മണ്ണിൻ്റെ ഒപ്പം അത് ചേർത്തിട്ട് ചെടി നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിന് നന്നായിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കോക്കോ പീറ്റ് എപ്പോഴും ഗാർഡനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മളെങ്ങനെ ഓൾറെഡി പൊളിച്ചെടുത്ത തേങ്ങ പൊളിച്ചെടുത്ത ആ ചകിരിയിൽ നിന്ന് എങ്ങനെയാണ് ഈ കോക്കോ പീറ്റ് എടുക്കുകയെന്ന് കാണിക്കുകയാണ്. അതായത് ഇങ്ങനെ പതുക്കെ പതുക്കെ പിച്ചിയിട്ട് ഈ ചകിരി ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കോക്കോ പീറ്റ് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നും വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കുമ്പോൾ അതിൻ്റെ താഴെ ഈ കോക്കോ പീറ്റ് ഇങ്ങനെ ചിതറി വീഴും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അത് കുറച്ചായിട്ട് കളക്ട് ചെയ്തൊരു ബോക്സിലിട്ട് വെച്ചാൽ നമുക്ക് ഗാർഡനിങ്ങിൽ അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല. അതെല്ലാം നമുക്ക് പെട്ടെന്ന് കുറച്ചധികം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് ചകിരി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പിച്ചിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ ശരിക്കും ധാരാളമായിട്ട് തന്നെ താഴെ വീഴും. നല്ല ഉണങ്ങിയ ചകിരി ആവാനാണ് ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എങ്ങനെയാണ് കോക്കോ പീറ്റ് എടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, കാണുന്നതിനേക്കാൾ ഈസിയാണിത് ചെയ്യുമ്പോൾ. ഒന്നിങ്ങനെ പിച്ചെടുത്ത ശേഷം മുകളിലായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇത് താഴോട്ട് ഇങ്ങനെ വീഴും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കോക്കോ പീറ്റ് ഇവിടെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബോക്സിലിട്ടിട്ട് സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കളക്ട് ചെയ്തിട്ട് ഒരു ബോക്സിലിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിയിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ കോക്കോ പീറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മുടെ കോക്കോ പീറ്റ് റെഡി ടു യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മണ്ണിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വേറെ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ആ ചകിരിയില്ലേ, ആ ചകിരി എടുത്തിട്ട് ഇങ്ങനെ മാക്സിമം നമുക്ക് എത്രത്തോളം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ആദ്യം ഒന്ന് നന്നായിട്ട് പിച്ചി വേർതിരിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് എടുക്കാം. മറ്റേതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട്
ഗുണം വരില്ലെങ്കിലും ഇത് ചെയ്യുന്നതും നമുക്ക് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് പറഞ്ഞത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും നമുക്ക് കോക്കോ പീറ്റ് വരട്ടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പറഞ്ഞതാണ് യഥാർത്ഥ കോക്കോ പീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണോ കൂടുതൽ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് അത് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ ഇനിയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. കുറച്ച് ലേറ്റ് ആയാലും ഞാൻ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരും. അപ്പോൾ താങ്ക്